ഹരേ കൃഷ്ണ. എത്ര കൃഷ്ണാനുഭവങ്ങൾ കേട്ടാലും മതിവരാത്ത ഗുരുവായൂരപ്പ ഭക്തർക്ക് ഒരു കൃഷ്ണാനുഭവം കൂടെ പറഞ്ഞു തരട്ടെ. അതിനു മുന്നേ പറയട്ടെ, ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല, ആരും വീഡിയോസ് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ കാണുന്ന കൃഷ്ണ വിഗ്രഹം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അനുഭവത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. 2 വർഷം മുന്നേ ഉണ്ടായ ഒരു കൃഷ്ണാനുഭവം പറയാം. നമ്മൾ കൊച്ചുമോളെയും കൊണ്ട് ആദ്യമായി ഗുരുവായൂരിൽ പോവാൻ പ്ലാൻ ചെയ്ത സമയം എനിക്ക് കടുത്ത ബാക്ക് പെയിനായി ഡോക്ടറിനെ കാണാൻ പോയി. ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഫിസിയോതെറാപ്പി നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിന് നന്നായി അറിയാവുന്ന വേറെ ഹോസ്പിറ്റലിൽ ഉള്ള തെറാപ്പിസ്റ്റിന്റെ നമ്പറൊക്കെ തന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഡോക്ടറിനെ കണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരുന്ന വഴി തന്നെ പോയി. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുവായൂരിൽ പോവാൻ പറ്റാതെ വന്നാലോ എന്ന്. 2 കാലിലും നല്ല പെയിൻ തന്നെ, മനസ്സിൽ വല്ലാത്ത വിഷമം. വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് തെറാപ്പിസ്റ്റിനെ കണ്ടു. ഫസ്റ്റ് ലുക്കിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ കളഭക്കുറിയായിരുന്നു. അദ്ദേഹം ഡേറ്റ് ടൈമൊക്കെ തന്നു. ചെയ്യാൻ തുടങ്ങിയാൽ 2 വീക്സ് ചെയ്യണം, കുറച്ച് ഡേയ്സ് പെയിൻ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഗുരുവായൂരിൽ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുവരെ പെയിൻ കില്ലർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ എന്തായാലും പോയി വരൂ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എനിക്ക് ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ പോയി. ഹരേ കൃഷ്ണ ഇൻ ആയിരുന്നു റൂം എടുത്തത്. ശരീരം മുഴുവൻ പെയിനാണെങ്കിലും നിർമാല്യം തൊഴാൻ ആഗ്രഹം. ഞാനും ഹസ്ബൻഡും കൂടി പോവാൻ തീരുമാനിച്ചു. ക്ലോക്ക് റൂമിനടുത്ത് നിന്നിട്ട് ടൈം പോവേണ്ട എന്ന് കരുതി മൊബൈലും ചെരുപ്പും എടുക്കാതെ പോയി. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുതു. പുറത്തിറങ്ങി. 4 മണിക്ക് പുറത്തിറങ്ങിയ നമ്മൾ 6:30 റൂമിലെത്തിയില്ല. റൂം വളരെ അടുത്താണ്. ബട്ട് എന്നെ ഗുരുവായൂരപ്പൻ അമ്പലത്തിന്റെ പരിസരം മുഴുവൻ നടത്തിച്ചു, ചെരുപ്പ് പോലും ഇടാതെ. റൂമിലേക്കുള്ള വഴി നമ്മൾക്ക് 2 ആൾക്കും അറിയാതെ പോയി. എൻ്റെ വേദന ഞാൻ മറന്നു എന്ന് തന്നെ പറയാം. തിരിച്ചു വരുന്ന വഴി ഏതു ഡേറ്റിന് തെറാപ്പിക്ക് പോവാൻ തുടങ്ങണമെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ തെറാപ്പി, ഇപ്പോൾ എൻ്റെ എല്ലാ വേദനയും പോയി എന്ന്. അങ്ങനെ ഇന്ന് വരെ തെറാപ്പി ചെയ്യേണ്ടി വന്നില്ല. അതിനു മുന്നേയും നമ്മൾ സെയിം ഹോട്ടലിൽ താമസിച്ചിരുന്നു. ബട്ട് അന്ന് എന്തു പറ്റിയെന്ന് ഇപ്പോഴും അറിയില്ല. ഭഗവാൻ എന്നെ നടത്തിച്ചുകൊണ്ട് വേദന മാറ്റി. ഹരേ കൃഷ്ണ. അതാണ് ഗുരുവായൂരപ്പൻ അല്ലേ. നിങ്ങളുടെ ഭക്തി സത്യമായിരിക്കണം, തെളിഞ്ഞ മനോഹരമായ മനസ്സോടുള്ളതായിരിക്കണം. ഈ രാത്രി എല്ലാവർക്കും ഒരു ശുഭരാത്രിയായി മാറട്ടെ. ഹരേ കൃഷ്ണ.